ഹരേ കൃഷ്ണ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥസ്കന്ധം പഞ്ചദശോധ്യായം. ഇതിലെ 8ാമത്തെ ശ്ലോകം വരെ എടുത്തു. ബാക്കിയുള്ള ഭാഗങ്ങൾ നോക്കാം. അതുവരെയുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. മൈത്രേയ ഉവാച അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യതാം. തദ്ദൃഷ്ട്വാ മിഥുനം ജാതം ഋഷയോ ബ്രഹ്മവാദിനഃ ഊജുഃ പരമസന്തുഷ്ടാ വിദിത്വാ ഭഗവത്കലാം. ഋഷയ ഊജുഃ ഏഷ വിഷ്ണോർഭഗവതഃ കലാ ഭുവനപാലിനി ഇയം ച ലക്ഷ്മ്യാ സംഭൂതി പുരുഷസ്യാനപായിനി. അത്ര തു പ്രഥമോ രാജ്ഞാം പുമാൻ പ്രഥയിതായശഃ പൃഥുർനാമ മഹാരാജോ ഭവിഷ്യതി പൃഥുശ്രവാ. ഇയം ച സുദതീ ദേവി ഗുണഭൂഷണഭൂഷണ അർച്ചിർനാമ വരാരോഹ പൃഥുമേവാവരുന്ധതി. ഏഷ സാക്ഷാത് ഹരേരംശോ ജാതോ ലോകരിരക്ഷയാ ഇയം ച തൽപരാഹി ശ്രീരനുജജ്ഞേന അനപായിനി. മൈത്രേയ ഉവാച പ്രശംസന്തി സ്മതം വിപ്രാ ഗന്ധർവപ്രവരാജഗുഃ മുമുജുഃ സുമനോധാരാ സിദ്ധാ നൃത്യന്തി സ്വസ്ത്രിയഃ. ശംഖതൂര്യമൃദംഗാദ്യ നേതുർദുന്ദുഭയോ ദിവി തത്ര സർവ ഉപാജഗ്മുർ ദേവർഷി പിതൃണാം ഗണാഃ. ഇനി അടുത്ത ശ്ലോകങ്ങളാണ് എടുക്കാനുള്ളത്. 9ഉം 10ഉം ഒരുമിച്ചാണ് വരുന്നത്. നോക്കാം. ബ്രഹ്മാ ജഗൽ ഗുരുർദേവൈഃ സഹാശ്രിത്യ സുരേശ്വരൈഃ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃത. ബ്രഹ്മാ ജഗൽ ഗുരുർദേവൈഃ സഹാശ്രിത്യ സുരേശ്വരൈഃ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃത. പാദയോരരവിന്ദം ച തം വൈമേനേ ഹരേഃ കലാം യസ്യാ പ്രതിഹതം ചക്രമം സ പരമേഷ്ഠിനഃ. പാദയോരരവിന്ദം ച തം വൈമേനേ ഹരേഃ കലാം യസ്യാ പ്രതിഹതം ചക്രമം സ പരമേഷ്ഠിനഃ. അപ്പോൾ ഇവിടെ ജഗൽഗുരുവായിരിക്കുന്ന ആ ബ്രഹ്മാവാകട്ടെ ആ ദേവശ്രേഷ്ഠന്മാരോടും ദേവന്മാരോടും എല്ലാവരോടും കൂടി വന്നിട്ട് ആ പൃഥുവിൻ്റെ ആ വലത്തെ കൈപ്പത്തിയിൽ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ആ ചക്രം, അതുപോലെ ആ കാലടികളിൽ താമരപ്പൂവും കണ്ടു. അദ്ദേഹത്തെ ആ മഹാവിഷ്ണുവിൻ്റെ ഒരു കലാവതാരം ആയിട്ട് മനസ്സിലാക്കി. അങ്ങനെ ആ മുറിയാത്ത ആ ചക്രരേഖ ആർക്കോ അദ്ദേഹം ആരിലാണോ അത് കാണുന്നത് അവർ ആ മഹാവിഷ്ണുവിൻ്റെ അംശം തന്നെ എന്ന് അവർ തീരുമാനിച്ചു. ബ്രഹ്മാ ജഗൽ ഗുരുർദേവൈഃ, ജഗൽഗുരുവായിരിക്കുന്ന ആ ബ്രഹ്മാവ് ആകട്ടെ സുരേശ്വരൈഃ, ആ ദേവശ്രേഷ്ഠന്മാരോടും ദേവൈഃ മറ്റു ദേവന്മാരോടും സഹ ആശ്രിത്യ എന്ന് പറഞ്ഞാൽ എല്ലാവരോടും കൂടി വന്നിട്ട് ജഗൽഗുരുവായിരിക്കുന്ന ബ്രഹ്മാവ് ദേവന്മാരോടും അതുപോലെ സുരേശ്വരന്മാരോടും ഒക്കെ ദേവശ്രേഷ്ഠന്മാരോടുമൊക്കെ കൂടെ വന്ന് വൈന്യസ്യ ആ വേനൻ്റെ ദക്ഷിണേ ഹസ്തേ വലത് കൈയിൽ ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃത, ആ വലത് കൈയിൽ ഗദാഭൃത ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം, ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം ചക്രം ദൃഷ്ട്വാ ചിഹ്നം ഗദാഭൃത, കൈപ്പത്തിയിൽ ആ ചക്രത്തിൻ്റെ ചിഹ്നം കണ്ടു. പാദയോ കാലടികളിലാകട്ടെ ച തം വൈമേനേ ഹരേഃ കലാം, ആ കാലടികളിൽ ആ താമരപ്പൂവും കണ്ടു, താമരപ്പൂവിൻ്റെ ചിഹ്നവും കണ്ടു. അങ്ങനെ അദ്ദേഹത്തെ മഹാവിഷ്ണുവിൻ്റെ കല യസ്യാ പ്രതിഹതം ചക്രമം സ പരമേഷ്ഠിനഃ തം മേനേ ഹരേഃ കലാം, ആ ഹരിയുടെ കലയാണെന്ന് മനസ്സിലാക്കിയിട്ട്, മഹാവിഷ്ണുവിൻ്റെ കലയാണെന്ന് മനസ്സിലാക്കിയിട്ട് അപ്രതിഹതം മുറിയാത്ത ആ ചക്രരേഖ ആർക്കാണോ അങ്ങനെയുള്ള ആൾ
പരമേഷ്ഠിന മഹാവിഷ്ണുവിൻ്റെ അംശമാകുന്നു. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ നോക്കാം. ജഗൽഗുരുഹു ജഗൽഗുരുവായ ബ്രഹ്മാവൈ ബ്രഹ്മാവാകട്ടെ സുരേശ്വരൈഹി ദേവശ്രേഷ്ഠന്മാരോടും ദേവൈഹി മറ്റു ദേവന്മാരോടും സഹ ആശ്രിത്യ കൂടി വന്ന് വൈന്യസ്യ പൃഥുവിൻ്റെ ദക്ഷിണേ വലത്തെ ഹസ്തേ കൈപ്പത്തിയിൽ ഗതാഭൃത ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം ലക്ഷണമായി കണ്ടു. ചക്രമാണ് ലക്ഷണമായിട്ട് കണ്ടത്. പാദയോഹോ കാലടികളിൽ അരവിന്ദം താമരപ്പൂവും ദൃഷ്ടുവ കണ്ടിട്ട് തം അദ്ദേഹത്തെ ഹരേഹേ മഹാവിഷ്ണുവിൻ്റെ കലാമേനെ കലയായി മനസ്സിലാക്കി അപ്രതിഹതം മുറിയാത്ത ചക്രം ആ ചക്രരേഖ യസ്യ ആർക്കോ സഹ അദ്ദേഹം പരമേഷ്ഠിന മഹാവിഷ്ണുവിൻ്റെ അംശമാകുന്നു. ഒന്നുകൂടി നോക്കാലത്തെ പദങ്ങൾ. ജഗൽഗുരുഹു ജഗൽഗുരുവായിരിക്കുന്ന ബ്രഹ്മാവൈ ബ്രഹ്മാവാകട്ടെ സുരേശ്വരൈഹി ദേവശ്രേഷ്ഠന്മാരോടും ദേവൈഹി മറ്റു ദേവന്മാരോടും സഹ ആശ്രിത്യ കൂടി വന്ന് വൈന്യസ്യ ആ പൃഥുവിൻ്റെ ദക്ഷിണേ ആ വലത്തെ ഹസ്തം കൈപ്പത്തിയിൽ ഗദാഭൃത വൈന്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥുവാണ്. വേനൻ്റെ ഇല വൈന്യൻ. ആ പൃഥുവിൻ്റെ ദക്ഷിണേ വലത്തെ ഹസ്തേ വലത്തെ കൈപ്പത്തിയിൽ ആ ഗദാഭൃത ആ ചക്രത്തിൻ്റെ ചിഹ്നം കണ്ടു. മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം ലക്ഷണം ആയ ചക്രം കണ്ടു. പാദയോഹോ കാലടികളിൽ അരവിന്ദം താമരപ്പൂവും ദൃഷ്ടുവ കണ്ടിട്ട് അദ്ദേഹത്തെ ഹരേഹേ മഹാവിഷ്ണുവിൻ്റെ കലാമേനെ കലയായിട്ട് മനസ്സിലാക്കിയിട്ട് അപ്രതിഹതം മുറിയാത്ത ആ ചക്രരേഖ യസ്യ ആർക്കോ സഹ അദ്ദേഹം പരമേഷ്ഠിന മഹാവിഷ്ണുവിൻ്റെ അംശമാകുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ജഗൽഗുരുഹു ബ്രഹ്മാവൈ സുരേശ്വരൈഹി ദേവൈഹി സഹ ആശ്രിത്യ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ഗദാഭൃത ചിഹ്നം പാദയോഃ അരവിന്ദം ച ദൃഷ്ട്വ തം ഹരേഃ കലാംബേനെ അപ്രതിഹതം ചക്രം യസ്യ സഹ പരമേഷ്ഠിനഃ അംശഃ. എന്നുകൂടി പറയാം. ജഗൽഗുരുഹു ബ്രഹ്മാവൈ സുരേശ്വരൈഹി ദേവൈഹി സഹ ആശ്രിത്യ വൈന്യസ്യ ദക്ഷിണേ ഹസ്തേ ഗദാഭൃതഃ ചിഹ്നം പാദയോഃ അരവിന്ദം ച ദൃഷ്ട്വാ തം ഹരേഃ കലാമേനെ അപ്രതിഹതം ചക്രം യസ്യ സഹ പരമേഷ്ഠിനഃ അംശഃ. ജഗൽഗുരുവായിരിക്കുന്ന ആ ബ്രഹ്മാവാകട്ടെ ദേവശ്രേഷ്ഠന്മാരോടും മറ്റു ദേവന്മാരോടും കൂടി വന്ന് പൃഥുവിൻ്റെ വലത്തെ കൈപ്പത്തിയിൽ ആ ശ്രീ മഹാവിഷ്ണുവിൻ്റെ ചിഹ്നം ആയ ലക്ഷണമായിരിക്കുന്ന ചക്രവും കാലടികളിൽ താമരപ്പൂവും കണ്ടിട്ട് അദ്ദേഹത്തെ മഹാവിഷ്ണുവിൻ്റെ കലയായി മനസ്സിലാക്കിയിട്ട് മുറിയാത്ത ആ ചക്രരേഖ ആർക്കോ അദ്ദേഹം മഹാവിഷ്ണുവിൻ്റെ അംശമാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബ്രാഹ്മണർ ആ ഋഷികളും അദ്ദേഹത്തെ പ്രശംസിച്ചു എന്ന് പറഞ്ഞു. ഗന്ധർവന്മാർ ഗാനം, അതൊക്കെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗന്ധർവന്മാർ ഗാനം ആലപിച്ചു, സിദ്ധന്മാർ പുഷ്പവൃഷ്ടി ചെയ്തു, അപ്സരസ്സുകൾ നൃത്തം വയ്ക്കുകയും ചെയ്തു. ശംഖം, പെരുമ്പറ, മൃദംഗം, ദുന്ദുഭി മുതലായ വാദ്യഘോഷങ്ങൾ ആകാശത്ത് മുഴങ്ങി. ദേവർഷികൾ, പിതൃഗണങ്ങൾ എന്നിവരെല്ലാം അവിടെ വന്നെത്തി. പിതൃണാം എന്നിടത്തെ ആ ഹ്രസ്വം പിതൃണാം എന്നേയുള്ളൂ, പിതൃണാം എന്നില്ല, പിതൃണാം ഹ്രസ്വം ആർഷം. ആ പിതൃശബ്ദങ്ങൾക്ക് പിതൃണാം എന്ന് മാത്രമേ ഉള്ളൂ. തൃതീയ എല്ലാവരും സർവേ ഉപജഗ്ഭു എല്ലാവരും ഒന്നിച്ചു ചേർന്നു. ദേവന്മാരോടുകൂടി അവിടെ വന്ന് പൃഥുവിനെ നിരീക്ഷിച്ചു. ആ വലത്തു കൈത്തലത്തിൽ ചക്രരേഖയും പാദത്തിൽ താമരപ്പൂവിൻ്റെ ചിഹ്നവും കണ്ട ഇദ്ദേഹം ഭഗവാന്റെ സുദർശന ചക്രത്തിൻ്റെ അംശാവതാരം ആണെന്ന് മനസ്സിലാക്കി. കൈത്തലത്തിൽ അഖണ്ഡമായിരിക്കുന്ന ചക്രചിഹ്നം ഭഗവത് അംശലക്ഷണമാണ്. ഇവിടെ അല്പം നർമ്മരസമുണ്ട്. സാധാരണ ദേവന്മാരുടെ അഭ്യർത്ഥനയനുസരിച്ച് തൻ്റെ പ്രാർത്ഥന പ്രകാരമാണ് അവതാരങ്ങൾ പതിവ്. ഭഗവാൻ ഇങ്ങനെ ഒരു അവതാരം സ്വീകരിച്ചത് ബ്രഹ്മാവ് അറിഞ്ഞിട്ട് പോലും ഇല്ല. പക്ഷേ ഋഷികൾ അപ്രകാരം ആവർത്തിച്ച് വിളംബരം ചെയ്തു. അത് നേരിട്ട് പരീക്ഷിച്ചറിയാനാണ് ബ്രഹ്മാവിൻ്റെ ഈ നിരീക്ഷണം.
അതുവരെ അവതാരം എന്ന് വിശ്വസിച്ചില്ലെന്ന് ഭാവം. അപ്പോൾ ഇതിൽ പറയുന്നത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ജഗദ്ഗുരുവായിരിക്കുന്ന ബ്രഹ്മാവ് ദേവന്മാരോടും ദേവപാലന്മാരോടും കൂടി വന്ന് ആ വേനപുത്രൻ്റെ വലത്തു കൈയിൽ ഭഗവത് ചിഹ്നമായിരിക്കുന്ന രേഖാരൂപത്തിലുള്ള ചക്രത്തെയും പാദങ്ങളിൽ താമരയെയും കണ്ട് അദ്ദേഹത്തെ ഭഗവാന്റെ അംശമായി കരുതി. മറ്റു രേഖകളാൽ ഭേദിക്കപ്പെടാത്ത ചക്രചിഹ്നം ആർക്കുണ്ടോ അയാൾ സർവേശ്വരൻ്റെ അംശാവതാരം തന്നെയാകുന്നു. അപ്പോൾ സ്വാമി പോകുന്ന ദിക്കിൽ ഭൃത്യന്മാരും പോകും എന്നുള്ള ന്യായപ്രകാരം പൃഥുവായിട്ട് അവതരിച്ചിരിക്കുന്ന ശ്രീഹരിയുടെ സമീപത്തിൽ ബ്രഹ്മാവാദി ദേവന്മാർ ആഗമിച്ചതിനെ വിവരിക്കുകയാണ്. സകല ലോകങ്ങളുടെയും പിതാവായിരിക്കുന്ന ബ്രഹ്മദേവൻ ഇന്ദ്രാദികളായ ദിക്പാലന്മാരോടും സ്തനകാദികളോടും കൂടെ അവിടെ വന്നു. വേനശരീരത്തിൽ നിന്ന് അവതരിച്ചിരിക്കുന്ന ആ പൃഥുവിൻ്റെ വലത്തെ കയ്യിൽ അന്യരേഖകളുടെ സംബന്ധത്തോടുകൂടാതെ സ്വച്ഛമായി പ്രകാശിക്കുന്ന ചക്രരേഖയും പാദങ്ങളിൽ താമരപ്പൂവിൻ്റെ ആകൃതിയിലുള്ള രേഖയും കണ്ടിട്ട് ഇവൻ ശ്രീഹരിയുടെ അംശം തന്നെയാണെന്ന് നിശ്ചയിച്ചു. ഏതൊരുവൻ്റെ കരത്തിൽ ചക്രരേഖ മറ്റു രേഖകളുടെ തടസ്സം കൂടാതെ പ്രകാശിക്കുന്നുവോ അവൻ ഹരിയുടെ അംശം ആണെന്ന് സാമുദ്രികാശാസ്ത്രം ബോധിപ്പിക്കുന്നു. വേദജ്ഞരായിരിക്കുന്ന ബ്രാഹ്മണന്മാർ പൃഥുവിനെ ഭൂലോകത്തിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യുവാൻ ഭാവിച്ച ഉടനെ സർവ്വദിക്കുകളിൽ നിന്നും ജനങ്ങൾ ആ അഭിഷേക സാധനങ്ങളെ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. അത് അടുത്ത ശ്ലോകത്തിൽ പറയണതാണ്. അപ്പോൾ ഇതിലത്തെ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം നമ്മൾക്ക്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാ പൃഥോർ ദക്ഷിണേ ഹസ്തേ. ബ്രഹ്മാവ് പൃഥുവിൻ്റെ വലത്തെ കയ്യിൽ ഗതാബൃധ ചിഹ്നം, ആ ചക്രരേഖയുടെ ചിഹ്നം, രേഖാത്മകം ചക്രം, ചക്രരേഖയുടെ ചിഹ്നം വലത്തെ കയ്യിൽ കണ്ടു. പാദയോഹോ പത്മചിഹ്നം ച ദൃഷ്ട്വ, പാദങ്ങളിൽ പത്മത്തിൻ്റെ അരവിന്ദത്തിൻ്റെ ചിഹ്നം, താമരപ്പൂവിൻ്റെ ചിഹ്നം ച ദൃഷ്ട്വ കണ്ടിട്ട് ഹരേഹേ കലാമേനെ, ഹരിയുടെ കലകളാണെന്ന് അവർ ഉറപ്പിച്ചു. ബ്രഹ്മാ പൃഥോർ ദക്ഷിണേ, ആ ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ളവർ ആ പൃഥുവിൻ്റെ ദക്ഷിണഹസ്തത്തിൽ, അതായത് വലത്തെ കയ്യിൽ ഗതാഭൃത ചിഹ്നം, ഗതാഭൃത ചിഹ്നം, അവിടെ അങ്ങനെ രേഖാത്മകം ചക്രം, ചക്രത്തിൻ്റെ രേഖയിൽ വരച്ചിട്ടുള്ള ആ ചിഹ്നം, ഭഗവത് ചിഹ്നം കണ്ടു. പാദയോ, പാദങ്ങളിൽ പത്മചിഹ്നം ച ദൃഷ്ട്വ, ആ താമരപ്പൂവിൻ്റെ ചിഹ്നവും കണ്ട് ഹരേഹി കലാമേനെ, ഇത് ഹരിയുടെ അംശാവതാരം ആണെന്ന് അവർ ഉറപ്പിച്ചു. അപ്പോൾ ബ്രഹ്മാ പൃഥോർ ദക്ഷിണേ ഹസ്തേ ഗതാഭൃതശ്ചിഹ്നം രേഖാത്മകം ചക്രം പാദയോഹോ പത്മചിഹ്നം ച ദൃഷ്ട്വ ഹരേഹി കലാം മേനെ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ആ ശ്ലോകം നമുക്ക് നോക്കാം. തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർ ബ്രഹ്മവാദിഭി ആഭിഷേചനികാന്യസ്മാ ആജഹ്രുഃ സർവതോ ജനാഃ. തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർ
ആഭിഷേചനികാന്യസ്മ ആജഹ്രു സർവതോ ജനാഹ എന്നുകൂടി ചൊല്ലാം. തസ്യാഭിഷേക ആരബ്ധോ, ആ പട്ടാഭിഷേകത്തിൻ്റെ ആരംഭിച്ചപ്പോൾ ബ്രാഹ്മണൈഹി ബ്രഹ്മവാദിഭി, ആരെ കൊണ്ടാണ് വേദജ്ഞരായിരിക്കുന്ന ആ ബ്രാഹ്മണരാൽ തസ്യ അദ്ദേഹത്തിൻ്റെ അഭിഷേകം പട്ടാഭിഷേകം ആരംഭിക്കപ്പെട്ടു. ആരബ്ധോ ആഭിഷേചനികാന്യസ്മ. അപ്പോൾ അഭിഷേക സാമഗ്രികൾ എവിടെ നിന്നൊക്കെയോ ആഭിഷേചനികാന്യസ്മ അഭിഷേകത്തിനുള്ള സാമഗ്രികൾ ആജഹ്രു കൊണ്ടുവന്നു. സർവജനങ്ങളും ആ അഭിഷേകത്തിനായിട്ടുള്ള സർവ്വസാധനങ്ങളും അവിടെ കൊണ്ടുവന്നു എന്നർത്ഥം. അപ്പോൾ തസ്യാഭിഷേക ആരബ്ധോ ബ്രാഹ്മണൈർ ബ്രഹ്മവാദിഭി ആഭിഷേചനികാന്യസ്മ ആജഹ്രു സർവതോ ജനാഹ. ബ്രഹ്മവാദിഭി വേദജ്ഞരായിരിക്കുന്ന പദങ്ങളാണ്. ബ്രഹ്മവാദിഭി വേദജ്ഞരായ, ബ്രാഹ്മണൈഹി ബ്രാഹ്മണരാൽ, തസ്യ അദ്ദേഹത്തിൻ്റെ അഭിഷേക പട്ടാഭിഷേകം ആരബ്ധ ആരംഭിക്കപ്പെട്ടു. ജനാഹ ജനങ്ങൾ സർവതഃ എല്ലായിടത്തു നിന്നും അസ്മൈ ഇദ്ദേഹത്തിന് വേണ്ടി അഭിഷേചനികാനി അഭിഷേക സാമഗ്രികൾ ആജഹ്രു കൊണ്ടുവന്നു. എന്നുകൂടി പറയാം. ബ്രഹ്മവാദിഭി വേദജ്ഞരായ ബ്രാഹ്മണൈഹി ബ്രാഹ്മണരാൽ തസ്യ അദ്ദേഹത്തിൻ്റെ അഭിഷേക പട്ടാഭിഷേകം ആരബ്ധ ആരംഭിക്കപ്പെട്ടു. ജനാഹ ജനങ്ങൾ സർവതഃ എല്ലായിടത്തു നിന്നും അസ്മൈ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് അഭിഷേചനികാനി അഭിഷേക സാമഗ്രികൾ ആജഹ്രു കൊണ്ടുവന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് ബ്രഹ്മവാദിഭി ബ്രാഹ്മണൈ തസ്യ അഭിഷേക ആരബ്ധ ജനാഹ സർവതഃ അസ്മൈ അഭിഷേചനികാനി ആജഹ്രു എന്നുകൂടി പറയാം. ബ്രഹ്മവാദിഭി ബ്രാഹ്മണൈ തസ്യ അഭിഷേക ആരബ്ധ ജനാഃ സർവതഃ അസ്മൈ അഭിഷേചനികാനി ആജഹ്രു. അതായത് വേദജ്ഞരായിരിക്കുന്ന ബ്രാഹ്മണരാൽ അദ്ദേഹത്തിൻ്റെ ആ പട്ടാഭിഷേകം ആരംഭിക്കപ്പെട്ടു. അങ്ങനെ ജനങ്ങൾ എല്ലായിടത്തു നിന്നും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആ അഭിഷേക സാമഗ്രികൾ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വേദാംഗപാരംഗതരായിരിക്കുന്ന ആ ബ്രാഹ്മണ പുരോഹിതന്മാരാൽ ആ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആരംഭിച്ചു. ആ പൃഥുവിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ആരംഭിച്ചു. അങ്ങനെ അഭിഷേകത്തിന് ആവശ്യമായിരിക്കുന്ന വസ്തുക്കൾ ജനങ്ങൾ എല്ലായിടത്തു നിന്നും സംഭരിച്ച് കൊണ്ടുവന്നു. എല്ലായിടത്തും നിന്നും സംഭരിച്ചു. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മാവ് തുടങ്ങിയിട്ടുള്ള ബ്രഹ്മാവ് ആദികളായിരിക്കുന്ന ആ ബ്രാഹ്മണന്മാരാൽ അദ്ദേഹത്തിൻ്റെ അഭിഷേകം ആരംഭിക്കപ്പെട്ടു. ജനങ്ങൾ അഭിഷേക സാധനങ്ങൾ സർവ്വദിക്കുകളിൽ നിന്നും കൊണ്ടുവന്ന് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അപ്പോൾ അഭിഷേകം കഴിഞ്ഞപ്പോൾ ആ സകല ഭൂതങ്ങളും, അപ്പോൾ ഇവിടെ പറഞ്ഞു അത് എന്താ പറഞ്ഞത്, വേദജ്ഞന്മാരായിരിക്കുന്ന ബ്രാഹ്മണന്മാർ പൃഥുവിനെ ഭൂലോകത്തിൽ രാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ ഭാവിച്ച ഉടനെ സർവ്വദിക്കുകളിൽ നിന്നും ജനങ്ങൾ അഭിഷേക സാധനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്ന് പറഞ്ഞു. ഇതിൽ വ്യാഖ്യാനത്തിൽ എന്താ പറഞ്ഞത് നോക്കാം. വ്യാഖ്യാനത്തിൽ ബ്രാഹ്മണൈസ്തസ്യ അഭിഷേകേ, ബ്രാഹ്മണന്മാർ അദ്ദേഹത്തിൻ്റെ അഭിഷേകം ആരബ്ധേ സതി ആരംഭിച്ചപ്പോൾ ജനങ്ങൾ അഭിഷേക വസ്തുന്യാജഹ്രുഹു അഭിഷേക സാമഗ്രികളെല്ലാം ജനങ്ങൾ അവിടെ കൊണ്ടുവന്നു എന്നുള്ളതേ പറയുള്ളൂ. ബ്രാഹ്മണൈസ്തസ്യാഭിഷേകേ, അദ്ദേഹത്തിൻ്റെ അഭിഷേകത്തിൽ ആ ബ്രാഹ്മണർ അഭിഷേകത്തിനായിട്ട് ആ ബ്രാഹ്മണർ ആരബ്ധേ
ആരംഭിച്ചപ്പോൾ അവിടെ പെട്ടെന്ന് ജനങ്ങൾ അഭിഷേക വസ്തുന്യാജഹ്രുഹു, അഭിഷേക വസ്തുക്കളെ അവിടെ കൊണ്ടുവന്ന് കൊടുത്തു. അപ്പോൾ ബ്രാഹ്മണൈസ്തസ്യാഭിഷേകേ ആരബ്ധേ സതി ജന അഭിഷേക വസ്തുന്യാജഹ്രു എന്നുള്ളതാണ് ഇന്നത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമ്മൾക്ക് നോക്കാം. അടുത്ത ശ്ലോകം 12ാമത്തെ ശ്ലോകം. സരിൽ സമുദ്രാഗിരയോ നാഗാഗാവ ഖഗാ മൃഗാ ദ്യൗക്ഷിതി സർവഭൂതാനി സമാജഹ്രുരുപായനം. സരിൽ സമുദ്രാഗിരയോ നാഗാഗാവ ഖഗാ മൃഗാ ദ്യൗക്ഷിതി സർവഭൂതാനി സമാജഹ്രുരുപായനം. ഇവിടെ സരിത്ത് എന്ന് പറഞ്ഞാൽ സമുദ്രം, സമുദ്രങ്ങൾ, നദികൾ, സരിത്ത് സമുദ്രങ്ങൾ, നദികൾ, പർവ്വതങ്ങൾ, ഗിരാം, നാഗങ്ങൾ, ഗോക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, സ്വർഗം, ഭൂതലം, ഇങ്ങനെ എല്ലാവരും കാഴ്ചദ്രവ്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു. ഉപായനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഴ്ചദ്രവ്യങ്ങൾ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്ന് പറയുക. അപ്പോൾ സരിത് സമുദ്രാഗിരയോ, സരിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നദി, സമുദ്രം, പർവ്വതം, നാഗങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ. സരിൽ സമുദ്രാഗിരയോ നാഗാഗാവ ഖഗാ മൃഗാ ദ്യൗഹു, ആകാശം, ക്ഷിതി, ഭൂമി, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സർവഭൂതങ്ങളും അവിടെ സമാജഹ്രു വന്നു ചേർന്നു. എന്നിട്ട് കാഴ്ചദ്രവ്യങ്ങൾ, ഉപായനം കൊണ്ടുവന്ന് കാഴ്ചദ്രവ്യങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചു. സമാജഹ്രു സമർപ്പിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ സരിത് സമുദ്രാഹ, നദികൾ, സമുദ്രങ്ങൾ, ഗിരയഹ, പർവ്വതങ്ങൾ, നാഗഹ, നാഗങ്ങൾ, ഗാവഹ, ഗോക്കൾ, ഖഗാഹ, പക്ഷികൾ, മൃഗാഹ, മൃഗങ്ങൾ, ദ്യൗഹു, സ്വർഗം, ക്ഷിതി, ഭൂതലം, ഇങ്ങനെ സർവഭൂതാനി എല്ലാവരും ഉപായനം കാഴ്ചദ്രവ്യങ്ങൾ സമാജഹ്രുഹു സമർപ്പിച്ചു. എന്നുകൂടി പറയാം. സരിത് സമുദ്രാഹ, നദികൾ, സമുദ്രങ്ങൾ, ഗിരയഹ, പർവ്വതങ്ങൾ, നാഗഹ, നാഗങ്ങൾ, ഗാവഹ, ഗോക്കൾ, ഖഗാഹ, പക്ഷികൾ, മൃഗാഹ, മൃഗങ്ങൾ, ദ്യൗഹു, സ്വർഗം, ക്ഷിതി, ഭൂതലം, ഇങ്ങനെ സർവഭൂതാനി എല്ലാവരും ഉപായനം കാഴ്ചദ്രവ്യങ്ങൾ ജഹ്രുഹു സമർപ്പിച്ചു. അപ്പോൾ നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നാഗങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, ദ്യോവ്, ഭൂമി എന്നിവരെല്ലാം ആ കാഴ്ചദ്രവ്യങ്ങൾ അവിടെ സമർപ്പിച്ചു. നദികളിലെയും സമുദ്രങ്ങളിലെയും ജലം അഭിഷേകത്തിന് വേണ്ടതാണ്. പർവ്വതങ്ങൾ, ഔഷധികൾ, നാഗങ്ങൾ, രത്നങ്ങൾ, പശുക്കൾ, പഞ്ചഗവ്യാദി, ഇങ്ങനെ സർവവസ്തുക്കളും അതാതിൻ്റെ അധിപതികൾ അവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചു എന്നാണ് ഇതിൻ്റെ സാരം. അപ്പോൾ നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നാഗങ്ങൾ, ഗോക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, സ്വർഗം, ഭൂമി, ഇങ്ങനെ സർവഭൂതങ്ങളും ആ കാഴ്ചദ്രവ്യം കൊടുത്തു. അപ്പോൾ ഇതിലത്തെ അന്വയം വന്നിട്ട് സരിത് സമുദ്രാ ഗിരയഃ നാഗാഃ ഗാവഃ ഖഗാഃ മൃഗാഃ ദ്യൗഃ ക്ഷിതിഃ സർവഭൂതാനി ഉപായനം സമാജഹ്രു. എന്നുകൂടി പറയാം. സരിത് സമുദ്രാഃ ഗിരയഃ നാഗഃ ഗാവഃ ഖഗാഃ മൃഗാഃ ദ്യൗഃ ക്ഷിതിഃ സർവഭൂതാനി ഉപായനം സമാജഹ്രു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, നാഗങ്ങൾ, ഗോക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ, സ്വർഗം, ഭൂതലം, ഇങ്ങനെ സർവഭൂതങ്ങളും എല്ലാവരും ആ കാഴ്ചദ്രവ്യങ്ങൾ അവിടെ സമർപ്പിച്ചു. അപ്പോൾ അഭിഷേകം കഴിഞ്ഞപ്പോൾ സർവഭൂതങ്ങളും ചക്രവർത്തി മഹാരാജാവിന് സാദരം കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു. നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ എന്നിവയുടെ സൂക്ഷ്മരൂപങ്ങളായിരിക്കുന്ന ദേവതകളും സർപ്പങ്ങൾ, പശുക്കൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയും അന്തരീക്ഷം, ഭൂമി എന്നിവയുടെ സൂക്ഷ്മദേവതകളും എന്നുവേണ്ട സർവഭൂതങ്ങളും കാഴ്ചദ്രവ്യങ്ങൾ അവിടെ സമർപ്പിച്ചു എന്നുള്ളതാണ് ആ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് നോക്കാം. സരിത് സമുദ്രഗിരയഃ നദികൾ, സമുദ്രം, പർവ്വതങ്ങൾ, സ്വർഗ പൃഥിവ്യാദയ സ്വർഗം, ഭൂമി തുടങ്ങിയ ഉപായനം കാഴ്ചദ്രവ്യങ്ങൾ ആനിന്യു ഉപായനങ്ങൾ കൊണ്ടുവന്ന് അവിടെ സമർപ്പിച്ചു അർത്ഥം. സരിത് സമുദ്രഗിരയഃ നദികൾ, സമുദ്രങ്ങൾ, പർവ്വതങ്ങൾ, സ്വർഗ പൃഥിവ്യാദയ സ്വർഗം, പൃഥിവി തുടങ്ങിയവ
ഉപായനം കാഴ്ചദ്രവ്യങ്ങൾ ഉപായനാന്യാനിന്യു ഉപായനങ്ങളുമായിട്ട് അവിടെ കാഴ്ചദ്രവ്യങ്ങളെ സമർപ്പിച്ചു. അപ്പോൾ അതിലത്തെ വ്യാഖ്യാനം വന്നിട്ട് സരിൽ സമുദ്രഗിരയ സ്വർഗപൃഥിവ്യാദയ ഉപായനാന്യാനിന്യു എന്നുള്ളതാണ് അതിലത്തെ വ്യാഖ്യാനം. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 13ാമത്തെ ശ്ലോകം. സോഭിഷിക്തോ മഹാരാജഃ സുവാസാഃ സാധ്വലം കൃതഃ പത്ന്യാർച്ചിശാലം കൃതയാ വിരേജേഗ്നിരിവാപരഃ. സോഭിഷിക്തോ മഹാരാജഃ സുവാസാഃ സാധ്വലം കൃതഃ പത്ന്യാർച്ചിശാലം കൃതയാ വിരേജേഗ്നിരിവാപരഃ. അപ്പോൾ വിശേഷപ്പെട്ട ആ വസ്ത്രങ്ങളൊക്കെ വേണ്ട പോലെ അതൊക്കെ ഉടുത്ത് അലങ്കൃതനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ആ മഹാരാജാവ് പൃഥു എന്ന മഹാരാജാവ് അലങ്കരിക്കപ്പെട്ട ആ അർച്ചിസ് എന്ന പത്നിയോടും കൂടിയിട്ട് ആ അലങ്കരിക്കപ്പെട്ട പത്നിയോടും കൂടിയിട്ട് വേറൊരു അഗ്നി പോലെ വേറൊരു ജ്വാല പോലെ അവിടെ വിരേജെ ശോഭിച്ചു. വേറൊരു അഗ്നി പോലെ അവിടെ ശോഭിച്ചു. വളരെ തേജസ്സോട് കൂടിയിട്ട് അവിടെ ശോഭിച്ചു, രാജാവായിട്ട് ശോഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അതിലത്തെ പദങ്ങൾ നോക്കാം. സുവാസാഹ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ച്, സുവാസാഹ എന്ന് പറഞ്ഞാൽ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ച്, സാധു വേണ്ട പോലെ, അലംകൃത അലങ്കൃതനായി, അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ട, സഹ മഹാരാജ ആ മഹാരാജാവ്, അലംകൃത അലങ്കരിക്കപ്പെട്ട, അർച്ചിഷ അർച്ചിസ് എന്ന പത്നിയോട് കൂടിയിട്ട് പത്നിയോട് കൂടിയിട്ട്, അപരഹ വേറൊരു, അഗ്നി ഇവ അഗ്നി പോലെ, വിരേജെ ശോഭിച്ചു എന്നുകൂടി പറയാം. സുവാസാഹ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ച്, സാധു വേണ്ട പോലെ, അലങ്കൃതനായിട്ട്, അഭിഷിക്ത അഭിഷേകം ചെയ്യപ്പെട്ട, സഹ മഹാരാജ ആ മഹാരാജാവ്, അലംകൃതയ അലങ്കരിക്കപ്പെട്ട, ആ അർച്ചിസ് എന്ന ആ പത്നിയോട് കൂടിയിട്ട്, അപരഹ വേറൊരു, അഗ്നി ഇവ അഗ്നി പോലെ, വിരേജെ ശോഭിച്ചു. അതിൽ തന്നെ വന്നിട്ട് സുവാസാഹ സാധു അലംകൃത അഭിഷിക്ത സഹ മഹാരാജ അലംകൃതയാ അർച്ചിഷ പത്നിയ അപരഹ അഗ്നി ഇവ വിരേജെ എന്നുകൂടി പറയാം. സുവാസാഹ സാധു അലംകൃത അഭിഷിക്ത സഹ മഹാരാജ അലംകൃതയാ അർച്ചിഷ പത്നിയ അപരഹ അഗ്നി ഇവ വിരേജെ വിശേഷപ്പെട്ട വസ്ത്രം ധരിച്ച് വേണ്ട പോലെ അലങ്കൃതനായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട ആ മഹാരാജാവ് അലങ്കരിക്കപ്പെട്ട അർച്ചിസ് എന്ന പത്നിയോട് കൂടിയിട്ട് വേറൊരു അഗ്നിയെപ്പോലെ അവിടെ ശോഭിച്ചു എന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ രാജ്യാഭിഷേകം വിധിയാവണ്ണം അഭിഷിക്തനായിരിക്കുന്ന പൃഥ്വിചക്രവർത്തി രാജകീയ വേഷഭൂഷാദികൾ അണിഞ്ഞ് ആ അർച്ചിസ്സാകുന്ന പട്ടമഹിഷിയോടും കൂടി ആ രാജസിംഹാസനത്തിൽ മറ്റൊരു അഗ്നിയെപ്പോലെ അവിടെ വിളങ്ങി. വേനൻ പരത്തിയ അന്ധകാരത്തെ നശിപ്പിച്ചു എന്ന ധ്വനിയാണ് ഇവിടെ കാണുന്നത്. വളരെയധികം ശാസ്ത്രീയമായൊരു ചടങ്ങാണ് ഈ രാജ്യാഭിഷേകം. ഭരിക്കുന്ന ആ രാജാവ് മരിച്ച് ആ സിംഹാസനം ശൂന്യമായി കിടക്കുകയാണെങ്കിൽ പിന്തുടർച്ചക്കാരൻ്റെ അഭിഷേകത്തിൻ്റെ കാലം, മുഹൂർത്തം ഇത്യാദികൾ ഒന്നും നോക്കേണ്ടതില്ലെന്ന് ആ വിഷ്ണു ധർമ്മോത്തരം തുടങ്ങിയ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്, ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട്. സാധാരണഗതിയിൽ യുവരാജാവായി അഭിഷേകം ചെയ്യുമ്പോഴും അഥവാ ഭരിക്കുന്ന രാജാവ് അനന്തരാവകാശിക്ക് രാജ്യം നൽകി വനവാസത്തിന് പോകുമ്പോഴും മറ്റും പിന്തുടരുന്ന രാജാവിൻ്റെ അഭിഷേകം മുഹൂർത്തം നോക്കി തന്നെ വേണം നിശ്ചയിക്കാൻ. കാലേഭിഷേചനം കാലേഭിഷേചനം കുര്യാത് തൽക്കാലം കഥയാമി തേ മൃതേരാജ്ഞി ന കാലസ്യ നിയമോത്ര വിധീയത്തെ. വിഷ്ണു ധർമ്മോത്തരം. പൃഥുവിനെ സംബന്ധിച്ച് ആ രണ്ടാമത്തെ വിധിയാണ് അനുസരിക്കേണ്ടതായിട്ടുള്ളത്.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. നല്ല ആ വസ്ത്രം ധരിച്ചവനും ശരിയായിട്ട് അലങ്കൃതനും ആയിരിക്കുന്ന ആ രാജാവ് സർവാലങ്കാരഭൂഷിതയായിരിക്കുന്ന അർച്ചിസ് എന്ന പത്നിയോടുകൂടി അഭിഷിക്തനായി മറ്റൊരു അഗ്നിയെപ്പോലെ അവിടെ പ്രശോഭിച്ചു. മറ്റൊരു അഗ്നിയെപ്പോലെ അവിടെ ശോഭിച്ചു. ഇവിടെ പറയുന്നത് ഓരോരുത്തർ സമർപ്പിച്ചതായിരിക്കുന്ന ആ കാഴ്ചദ്രവ്യങ്ങളെ വെവ്വേറെ കാണിക്കുന്നു ആയിട്ടാണ് ഇതിൽ പറയണത്. അപ്പോൾ അതിൻ്റെ മുമ്പേ ബ്രാഹ്മണരാൽ അഭിഷേകം ചെയ്യപ്പെട്ട മഹാരാജാവായ പൃഥ്വിചക്രവർത്തി രാജോചിതമായ വിശേഷ വസ്ത്രങ്ങൾ അലങ്കാരങ്ങൾ ചെയ്തു. അതുപോലെ തന്നെ അലങ്കൃതയായ അശ്വപത്നിയായ അർച്ചിസ എന്ന ദേവിയോട് കൂടി ചേർന്നപ്പോൾ ജ്വാലാഭൂയിഷ്ഠമായ രണ്ടാമത്തെ അഗ്നി എന്ന പോലെ അവിടെ പ്രകാശിച്ചു. വളരെ തേജസ്സോട് കൂടിയിട്ട് ആ രാജാവ് അവിടെ പ്രകാശിച്ചു, ശോഭിച്ചു എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വ്യാഖ്യാനത്തിൽ നമുക്ക് നോക്കാം. ഇവിടെ വന്നിട്ട് സുവാസ സോഭിഷിക്ത, അഭിഷിക്തനായിരിക്കുന്ന രാജാവ് സുവാസാഹ നല്ല വസ്ത്രാഭരണങ്ങൾ കൊണ്ട് ഭൂഷിതനായിട്ട് സാധ്വലങ്കൃത അലങ്കരിക്കപ്പെട്ട പൃഥു, ആ പൃഥു പത്നിയോടുകൂടി സഹ അഗ്നിരിവ പത്നിയോടുകൂടെ അഗ്നി പോലെ ശുശുഭേ ശോഭിച്ചു. സോഭിഷിക്ത അങ്ങനെ അഭിഷേകം ചെയ്യപ്പെട്ട ആ മഹാരാജാവ് സുവാസാഹ നല്ല വസ്ത്രങ്ങളെ കൊണ്ട് സാധ്വലങ്കൃത നന്നായിട്ട് അലങ്കരിക്കപ്പെട്ടിട്ട് പൃഥു പത്നിയുടെ കൂടെ പത്നിയുടെ കൂടെ അഗ്നിരിവ ശുശുഭേ അഗ്നിയെപ്പോലെ അവിടെ ശോഭിച്ചു. അപ്പോഴത്തെ വ്യാഖ്യാനം വന്നിട്ട് സോഭിഷിക്ത സുവാസ സാധ്വലം കൃത പൃഥു പത്ന്യാ സഹ അഗ്നിരിവ ശുശുഭേ എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. 14-ാമത്തെ ശ്ലോകം. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണഃ സലിലസ്രാവം ആദപത്രം ശശിപ്രഭം. തസ്മൈ ജഹാരധനദോ ഹൈമം വീരവരാസനം വരുണഃ സലിലസ്രാവം ആദപത്രം ശശിപ്രഭം. അല്ലയോ വീരനായവനെ, വീര ധനദ കുബേരൻ അദ്ദേഹത്തിന് ഓരോരുത്തരും എന്താ കൊടുത്തതെന്ന് പറയാം. കുബേരൻ അദ്ദേഹത്തിന് ഹൈമം വരാസനം വിശേഷപ്പെട്ട സ്വർണ്ണസിംഹാസനത്തെ കൊടുത്തു. വരുണദേവനാകട്ടെ സലിലസ്രാവം വെള്ളം ഊറ്റി വീഴുന്നതും ശശിപ്രഭം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതായിരിക്കുന്ന ആദപത്രം ആ വെൺകൊറ്റക്കുട കാഴ്ചവെച്ചു. അപ്പോൾ തസ്മൈ ജഹാര അദ്ദേഹത്തിന് കാഴ്ചവെച്ചു. തസ്മൈ ജഹാര ആരധനദോ ആ കുബേരൻ ഹൈമം വീരവരാസനം സ്വർണ്ണസിംഹാസനം കാഴ്ചവെച്ചു. വരുണൻ സലിലസ്രാവമാദപത്രം വെള്ളം മുറ്റി വീഴുന്ന പൂർണ്ണചന്ദ്രനെ പോലെ ശശിപ്രഭം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതുമായിരിക്കുന്ന ആദപത്രം വെൺകൊറ്റക്കുട ജഹാര കാഴ്ചവെച്ചു. അതിലത്തെ പദങ്ങൾ നോക്കാം നമുക്ക്. ഹേ വീര അല്ലയോ വീരനായവനെ, ധനദഹ കുബേരൻ, ധനദഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുബേരൻ, തസ്മൈ അദ്ദേഹത്തിന് ഹൈമം വരാസനം വിശേഷപ്പെട്ട സ്വർണ്ണസിംഹാസനവും, വരുണദേവൻ സലിലസ്രാവം വെള്ളമൂറ്റി വീഴുന്നതും, ശശിപ്രഭം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതുമായ ആദപത്രം ച വെൺകൊറ്റക്കുടയും ജഹാര കാഴ്ചവെച്ചു. എന്നുകൂടി പറയാം. ഹേ വീര അല്ലയോ വീരനായവനെ, ധനദഹ ആ കുബേരൻ, തസ്മൈ അദ്ദേഹത്തിന്
ഹൈമം വരാസനം വിശേഷപ്പെട്ട സ്വർണസിംഹാസനവും വരുണ വരുണദേവൻ സലിലസ്രാവം വെള്ളം ഊറ്റി വീഴുന്നതും ശശിപ്രഭം പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതുമായിരിക്കുന്ന ആതപത്രം ച വെൺകുറ്റക്കുടയും ജഹാര കാഴ്ചവെച്ചു. അത് തന്നെയും വന്നിട്ട് ഹേ വീര ധനദഹ തസ്മൈ ഹൈമം വരാസനം വരുണ സലിലസ്രാവം ശശിപ്രഭം ആതപത്രം ജഹാര എന്നുകൂടി. ഹേ വീര ധനദഹ തസ്മൈ ഹൈമം വരാസനം വരുണ സലിലസ്രാവം ശശിപ്രഭം ആതപത്രം ച ജഹാര. അല്ലയോ വീരനായവനെ കുബേരൻ അദ്ദേഹത്തിന് വിശേഷപ്പെട്ട സ്വർണസിംഹാസനവും വരുണദേവൻ വെള്ളമൂറ്റി വീഴുന്നതും പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്നതുമായിരിക്കുന്ന വെൺകൊറ്റക്കുടയും കാഴ്ചവെച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലയോ വീരനായ വിതുര കുബേരൻ അദ്ദേഹത്തിന് സ്വർണ്ണനിർമ്മിതമായിരിക്കുന്ന സിംഹാസനവും വരുണൻ ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്നതും ജലമുറ്റു വീഴുന്നതുമായിരിക്കുന്ന വെൺകൊറ്റക്കുട തിരുമുൽ കാഴ്ചയായി നൽകി. ഇത് പറഞ്ഞിരിക്കുന്ന വീര അദ്ദേഹത്തിന് കുബേരൻ സ്വർണ്ണമയമായിരിക്കുന്ന ശ്രേഷ്ഠ സിംഹാസനത്തെയും വരുണൻ ജലമൊഴുകുന്നതും ചന്ദ്രതുല്യവുമായിരിക്കുന്ന വെൺകൊറ്റക്കുടയും സമർപ്പിച്ചു. ഇവിടെ സ്വർണ്ണനിർമ്മിതവും വീരന്മാർക്ക് വീരന്മാർക്കിരിപ്പാനുചിതവുമായിരിക്കുന്ന ഉത്കൃഷ്ട ആസനത്തെ കുബേരനും ചന്ദ്രനെപ്പോലെ പ്രകാശിക്കുന്നതും അമൃതം ഒഴുകുന്നതുമായ ആ വെൺകൊറ്റക്കുടയെ വരുണനും സമർപ്പിച്ചു. പിന്നെ അടുത്തത് എന്താ, ആരാണ് സമർപ്പിച്ചത് എന്താന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ നോക്കണം. അപ്പോൾ ആദ്യത്തെ വ്യാഖ്യാനം വന്നിട്ട് തസ്മൈ കുബേരഃ അദ്ദേഹത്തിന് കുബേരൻ സൗവർണം സിംഹാസനം ദദൗ സുവർണ സിംഹാസനത്തെ കൊടുത്തു. വരുണ ശ്വേതഛത്രം വരുണൻ വെൺകൊറ്റക്കുട വെളുത്ത വെൺകൊറ്റക്കുടയും കൊടുത്തു കാഴ്ചയായിട്ട് സമർപ്പിച്ചു. തസ്മൈ കുബേരഃ അദ്ദേഹത്തിന് കുബേരൻ സൗവർണം സിംഹാസനം സ്വർണസിംഹാസനം ദദൗ കൊടുത്തു. വരുണ വരുണൻ ശ്വേതഛത്രം വെൺകൊറ്റക്കുട കൊടുത്തു കാഴ്ചവെച്ചു. തസ്മൈ കുബേരഃ സൗവർണം സിംഹാസനം ദദൗ വരുണ ശ്വേതഛത്രം ദദൗ ഉള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അടുത്ത ശ്ലോകത്തിൽ നോക്കാം. പിന്നെ ആരൊക്കെ എന്തൊക്കെ കൊടുത്തു നോക്കാം. സോഭിഷിക്തോ മഹാരാജ സുവാസാഹ സാധ്വലം കൃത പുണ്യാർച്ചിഷാലം കൃതയാ വിരേജയഗ്നിരിവാപരഹ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് തസ്മൈ ജഹാര ധനദോ ഹൈമം വീരവരാസനം വരുണ സലിലസ്രാവം ആതപത്രം ശശിപ്രഭം. അടുത്തത് വായു എന്താ കൊടുത്തത്? വാലവ്യജനേ 2 വെൺചാമരങ്ങൾ. വാലവ്യജനേ ധർമ്മ ആ ധർമ്മദേവൻ എന്ത് കൊടുത്തു? കീർത്തി രൂപമായിരിക്കുന്ന സ്രജം മാല, വളരെ കീർത്തിയുടെ രൂപമായിരിക്കുന്ന മാല കൊടുത്തു. ഇന്ദ്രൻ കിരീടം വിശിഷ്ടമായിരിക്കുന്ന ഉത്കൃഷ്ടമായിരിക്കുന്ന കിരീടം കൊടുത്തു. ദണ്ഡം സംയമനം യമധർമ്മരാജാവ് സംയമനം എന്ന ആ ദണ്ഡത്തെയും നൽകി എന്നുള്ളതാണ്. വായുശ്ച വാലവ്യജനേ ആ വായു ചാമരങ്ങൾ 2 വെൺചാമരങ്ങൾ കൊടുത്തു. ധർമ്മദേവനാകട്ടെ കീർത്തിമയീം സ്രജം കീർത്തിസ്വരൂപമായിരിക്കുന്ന ഒരു മാല കൊടുത്തു ധർമ്മദേവൻ. പിന്നെ കിരീടമുത്കൃഷ്ടം ഇന്ദ്രൻ വിശിഷ്ടമായിരിക്കുന്ന കിരീടം കൊടുത്തു. യമഹ സംയമനം ദണ്ഡം യമൻ സംയമനം എന്ന ദണ്ഡത്തെയും നൽകി. അപ്പോൾ ഇതിലത്തെ പദങ്ങൾ വായു വാലവ്യജനെ 2 വെൺചാമരങ്ങളും ധർമ്മദേവൻ കീർത്തിമയീം കീർത്തിരൂപമായിരിക്കുന്ന സ്രജം മാലയും ദേവേന്ദ്രൻ വിശിഷ്ടമായിരിക്കുന്ന കിരീടവും യമൻ സംയമനം എന്ന
ദണ്ഡവും നൽകി. എന്നുകൂടി പറയാം. വായു വായു വാലവ്യജനെ 2 വെൺചാമരങ്ങളും ധർമ്മ ധർമ്മദേവൻ കീർത്തിമയീം കീർത്തിരൂപമായിരിക്കുന്ന സ്രജം മാലയും ഇന്ദ്ര ദേവേന്ദ്രൻ ഉത്കൃഷ്ടം വിശിഷ്ടമായിരിക്കുന്ന കിരീടവും യമഹ യമൻ സംയമനം എന്ന ദണ്ഡവും നൽകി. അതിൽ തന്നെ വന്നിട്ട് വായു വാലവ്യജനെ ധർമ്മ കീർത്തിമയീം സ്രജം ഇന്ദ്രം ഉത്കൃഷ്ടം കിരീടം യമഹ സംയമനം ദണ്ഡം ച ദദൗ. ഒന്നും കൂടി പറയാം. വായു വാലവ്യജനെ ധർമ്മ കീർത്തിമയീം സ്രജം ഇന്ദ്ര ഉത്കൃഷ്ടം കിരീടം യമഹ സംയമനം ദണ്ഡം ച. ഒക്കെ ഓരോരുത്തരും നൽകിയെന്നർത്ഥം. അപ്പോൾ വായു 2 വെൺചാമരങ്ങളും ധർമ്മദേവൻ കീർത്തിരൂപമായിരിക്കുന്ന മാലയും ദേവേന്ദ്രൻ വിശിഷ്ടമായ കിരീടവും യമൻ സംയമനം എന്ന ദണ്ഡവും നൽകി. അദ്ദേഹത്തിന് കാഴ്ചവെച്ചു എന്നർത്ഥം. അപ്പോൾ വായു 2 ചാമരങ്ങളും ധർമ്മൻ കീർത്തിമയായിരിക്കുന്ന മാലയും ഇന്ദ്രൻ ഉത്കൃഷ്ടമായ കിരീടവും യമൻ ദുർജനങ്ങളെ ശിക്ഷിക്കാനുള്ള ദണ്ഡവും കൊടുത്തു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വരുണൻ അമൃതം 2 വെൺചാമരങ്ങളെ വായുദേവനും കീർത്തി തന്നെ മുക്തിയെ ധരിച്ചതോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന പൂമാലയെ ധർമ്മദേവനും ഉത്കൃഷ്ടമായ കിരീടത്തെ ദേവേന്ദ്രനും എല്ലാവരെയും കീഴടക്കാൻ ശക്തിയോടുകൂടിയ ദണ്ഡത്തെ യമനും നൽകി. മനസ്സിലായി? അപ്പോൾ 2 വെൺചാമരങ്ങളെ വായുദേവനും കീർത്തി തന്നെ മുക്തിയെ ധരിച്ചതോ എന്ന് തോന്നുമാറ് ശോഭിക്കുന്ന പൂമാലയെ ധർമ്മദേവനും ഉത്കൃഷ്ടമായ കിരീടത്തെ ദേവേന്ദ്രനും എല്ലാവരെയും കീഴടക്കാൻ ശക്തിയോടുകൂടിയ ദണ്ഡത്തെ യമനും നൽകി. അപ്പോൾ ഇതിൽ വ്യാഖ്യാനത്തിൽ വന്നിട്ട് വായുർദ്വേ വ്യജനെ വായു 2 വ്യജനെ ചാമരങ്ങൾ ധർമ്മ കീർത്തിമയും മാലാം കീർത്തി രൂപമായിരിക്കുന്ന മാല കൊടുത്തു. ഇന്ദ്രോ മുകുടം ഇന്ദ്രൻ കിരീടം കൊടുത്തു. യമോ ദണ്ഡം യമൻ ദണ്ഡം കൊടുത്തു. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന വായുർദ്വേ വ്യജനെ വായുദേവൻ 2 ചാമരങ്ങൾ ധർമ്മ കീർത്തിമയും മാലാം കീർത്തിമ രൂപമായിരിക്കുന്ന മാല ഇന്ദ്രൻ മുകുടം കൊടുത്തു. യമൻ ദണ്ഡം കൊടുത്തു. അപ്പോൾ വായുർദ്വേ വ്യജനെ ധർമ്മ കീർത്തിമയും മാലാം ഇന്ദ്രോ മുകുടം യമോ ദണ്ഡം. ഇങ്ങനെ ഓരോരുത്തർ ഓരോന്ന് കൊടുത്തു. ഇനി ഒരു ശ്ലോകം കൂടി. ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം ഹരി സുദർശനം ചക്രം തൽപത്ന്യവ്യാഹതാം ശ്രിയം. ബ്രഹ്മാവ് എന്താ കൊടുത്ത? വേദമയമായിരിക്കുന്ന കവചങ്ങൾ. ബ്രഹ്മമയം വർമ്മ ഭാരതീഹാരമുത്തമം കവചം കൊടുത്തു. ഭാരതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സരസ്വതീ ദേവി ഉത്തമമായിരിക്കുന്ന ഹാരമുത്തമം മുത്തുമാലയെ കൊടുത്തു. മഹാവിഷ്ണു സുദർശനം എന്ന ചക്രത്തെ കൊടുത്തു. തൽപത്നി ആ മഹാലക്ഷ്മി അവ്യാഹതം ഒരിക്കലും ക്ഷയിക്കാത്ത ആ സമ്പത്ത് കൊടുത്തു. മഹാലക്ഷ്മി ആകട്ടെ അദ്ദേഹത്തിന് ഒരിക്കലും ക്ഷയിക്കാത്തതായിട്ടുള്ള സമ്പത്തും കൊടുത്തു. അപ്പോൾ ബ്രഹ്മമയം വർമ്മ ബ്രഹ്മാവ് വേദമയമാകുന്ന ആ കവചത്തെ വർമ്മ എന്ന് പറഞ്ഞ കവചം വേദമയമാകുന്ന ആ കവചത്തെ കൊടുത്തു. ഭാരതി സരസ്വതിയാണ്. ഉത്തമമായിരിക്കുന്ന മാലയെ കൊടുത്തു. ഹരി സുദർശന ചക്രത്തെ കൊടുത്തു. സുദർശനം ചക്രം. തൽപത്ന്യാവ അവ്യാഹതാം ശ്രിയം ആ മഹാലക്ഷ്മി അളവില്ലാത്ത സമ്പത്ത്. തൽപത്നി അവ്യാഹതാം ശ്രിയം അളവില്ലാത്ത സമ്പത്തിനെ ആ മഹാലക്ഷ്മിയും ആ പൃഥുവിന് കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവ് ബ്രഹ്മമയം വേദമയമായ കവചവും ഭാരതി സരസ്വതീ ദേവി ഉത്തമമായ ഹാരം മുത്തുമാലയും ഹരിഹി മഹാവിഷ്ണു സുദർശനം എന്ന ചക്രവും തൽപത്നി മഹാലക്ഷ്മി അവ്യാഹതാം
ഒരിക്കലും ക്ഷയിക്കാത്ത ശ്രിയം സമ്പത്തും കൊടുത്തു. ബ്രഹ്മാവ് ബ്രഹ്മമയം വേദമയമായിരിക്കുന്ന മയമായ വർമ്മ കവചവും, ഭാരതി സരസ്വതീ ദേവി ഉത്തമമായ ഹാരം മുത്തുമാലയും, ഹരിഹി മഹാവിഷ്ണു സുദർശനം എന്ന ചക്രവും, തൽപത്നി മഹാലക്ഷ്മി അവ്യാഹതം ഒരിക്കലും ക്ഷയിക്കാത്ത ശ്രിയം സമ്പത്തും കൊടുത്തു. ഇതിൽ തന്നെ വന്നിട്ട് ബ്രഹ്മമയം വർമ്മ, ഭാരതി ഉത്തമം ഹാരം, ഹരി സുദർശനം ചക്രം, തൽപത്നി അവ്യാഹതാം ശ്രിയം ദദൗ. ഒന്നും കൂടി പറയാം. ബ്രഹ്മമയം വത്മ, ഭാരതി ഉത്തമം ഹാരം, മഹാവിഷ്ണു ഹരിം സുദർശനം ചക്രം, തൽപത്നി അവ്യാഹതാം ശ്രിയം ദദൗ. ബ്രഹ്മാവ് വേദമയമായിരിക്കുന്ന കവചവും, സരസ്വതീ ദേവി ഉത്തമമായ മുത്തുമാലയും, മഹാവിഷ്ണു സുദർശനം എന്ന ചക്രവും, മഹാലക്ഷ്മി ഒരിക്കലും ക്ഷയിക്കാത്ത ആ സമ്പത്തും ആ പൃഥുവിന് കാഴ്ചവെച്ചു. ഇവിടെ വന്നിട്ട് ബ്രഹ്മാവ് വേദമയമായ ആ കവചവും, സരസ്വതി മികച്ച മുത്തുമാലയും, ഹരി സുദർശന ചക്രവും, അദ്ദേഹത്തിൻ്റെ പത്നിയായ ലക്ഷ്മി നശിക്കാത്ത സമ്പത്തും നൽകി. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വായു ചാമരങ്ങൾ, ധർമ്മദേവൻ പ്രശസ്തമായതും ഒരിക്കലും വാടാത്തതുമായ മാല, ഇന്ദ്രൻ വിശിഷ്ടമായ കിരീടം, യമൻ സർവരെ നിയന്ത്രിക്കുന്ന അനുപയുക്തമായ സംയമനം എന്ന ദണ്ഡം എന്നിവ പൃഥ്വിന് സമ്മാനിച്ചു. ബ്രഹ്മാവ് വേദമയമായ കവചവും, സരസ്വതി വിശേഷപ്പെട്ട ഒരു മുത്തുമാലയും, ശ്രീഹരി സുദർശന ചക്രവും, ലക്ഷ്മീദേവി ഒരിക്കലും ക്ഷയം സംഭവിക്കാത്ത സമ്പത്തും സംഭാവന ചെയ്തു. അപ്പോൾ ബ്രഹ്മസ്വരൂപമായ കവചത്തെ ബ്രഹ്മാവും, ഉത്തമമായ മുത്തുമാലയെ സരസ്വതി ദേവിയും, സുദർശന ചക്രത്തെ ശ്രീഹരിയും, നശിക്കാത്തതായ ശോഭയും ശ്രീഹരിപത്നിയായ ശ്രീദേവിയും, ചന്ദ്രാകൃതിയിലുള്ള അപ്പോൾ ഇതൊക്കെ കൊടുത്തു എന്നർത്ഥം. ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന കവചത്തെ ബ്രഹ്മാവും, ഉത്തമമായിരിക്കുന്ന മുത്തുമാലയെ സരസ്വതി ദേവിയും, സുദർശന ചക്രത്തെ ശ്രീഹരിയും, നശിക്കാത്തതായ ശോഭ നൽകുന്ന ശ്രീഹരിയുടെ അടയാളങ്ങൾ സുദർശന ചക്രവും, അദ്ദേഹത്തിൻ്റെ പത്നി ആ ശ്രീഹരി പത്നിയായിരിക്കുന്ന ശ്രീദേവി, നശിക്കാത്തതായിട്ടുള്ള ശോഭയും ആ പൃഥുവിന് നൽകി. ബ്രഹ്മമയം വർമ്മ, ഭാരതീഹാരമുത്തമം, ഹരിസുദർശനം ചക്രം, തൽപത്ന്യവ്യാഹതോ ശ്രിയം. 16ാമത്തെ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വന്നിട്ട് ഇവിടെ എന്താ പറയണമെന്ന് നോക്കാം. ബ്രഹ്മാവ് കവചങ്ങൾ, സരസ്വതി ഹാരം, ഹരിശ്ചക്രം ശ്രീഹരിചക്രം, ലക്ഷ്മീ സമ്പദം ഇതൊക്കെ കൊടുത്തു. ബ്രഹ്മാകവചം, സരസ്വതി ഹാരം, ഹരിശ്ചക്രം, ലക്ഷ്മീ സമ്പദം ഇതാണ് വ്യാഖ്യാനത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഒന്നുകൂടി പറയാം. ബ്രഹ്മാകവചം, സരസ്വതി ഹാരം, ഹരിശ്ചക്രം, ലക്ഷ്മീ സമ്പദം ഇതാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ബ്രഹ്മമയം വത്മ, ഭാരതീ ഉത്തമം ഹാരം, ഹരി സുദർശനം ചക്രം, തൽപത്നി അവ്യാഹതാം ശ്രിയം എന്നാണ് ഇതിലത്തെ അന്വയം വരിക. അന്വയം വരിക. ബ്രഹ്മമയം വത്മ, ഭാരതീ ഉത്തമം ഹാരം, ഹരി സുദർശനം ചക്രം, തൽപത്നി അവ്യാഹത ശ്രിയം. ബ്രഹ്മാവ് ആ വേദമയമായിരിക്കുന്ന കവചവും, സരസ്വതി ദേവി ഉത്തമമായ ആ മുത്തുമാലയും, മഹാവിഷ്ണു സുദർശന ചക്രവും, തൽപത്നി അദ്ദേഹത്തിൻ്റെ പത്നിയായിരിക്കുന്ന മഹാലക്ഷ്മി ഒരിക്കലും ക്ഷയിക്കാത്ത സമ്പത്തും കൊടുത്തു. അപ്പോൾ ബ്രഹ്മാവ് ഉത്തമമായിരിക്കുന്ന മുത്തുമാലയെ ബ്രഹ്മസ്വരൂപമായിരിക്കുന്ന കവചത്തെ ബ്രഹ്മാവും, ഉത്തമമായ മുത്തുമാലയെ സരസ്വതി ദേവിയും, സുദർശന ചക്രത്തെ ശ്രീഹരിയും, നശിക്കാത്തതായ ശോഭയും ശ്രീഹരി പത്നിയായ ശ്രീദേവിയും നൽകി. അതാണ് പറയുന്നത്.
ഇനി ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഹരേ കൃഷ്ണ.